നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ കഥകളി ഗ്രാമത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന കഥകളി മേളയ്ക്ക് നാളെ കേളികൊട്ടുയരും. എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് കഥകളി അരങ്ങിലെത്തും. പമ്പയുടെ തീരത്തെ വിദ്യാധിരാജ നഗറിലേക്ക് നാളെ മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കഥകളി ആസ്വാദകർ ഒഴുകിയെത്തും. ഇത്തവണ മേള കൂടുതൽ ആകർഷകമാക്കാൻ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ളത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിൽ നിന്നായി 1.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കഥകളിയെപ്പറ്റി പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് പിന്നിട്ട കഥകളി ചരിത്രമാണ് അയിരൂരിനുള്ളത്. 18ാമത് കഥകളി മേള ജനുവരി 6 മുതൽ 12 വരെ പമ്പാ മണൽപ്പുറത്ത് വിദ്യാധിരാജ നഗറിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ അതിപ്രശസ്തരായ കഥകളി കലാകാരന്മാർ പങ്കെടുക്കുന്ന രാത്രിക്കളിയും കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തും ആലപ്പുഴ ജില്ലകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പഠനക്കളരികളുമാണ് ഈ കഥകളി മേളയുടെ പ്രത്യേകത. വിദേശ പ്രതിനിധികളും കോളേജ് വിദ്യാർത്ഥികളും ഈ കഥകളി മേളയിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് വേറെ മറ്റൊരു പ്രത്യേകതയാണ്. കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള പാത്രനിശ്ചയം, ആ ഒരു രസതന്ത്രം ഈ കഥകളി മേളയുടെ മറ്റൊരു പ്രത്യേകതയാണ്. വിദേശ പ്രതിനിധികളും കഥകളി ആസ്വാദകരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കഥകളി ആസ്വാദകരും വിദേശ പ്രതിനിധികളും ഈ മേളയിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. കഥകളി മേളയിൽ 25,000-ലധികം ആൾക്കാരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ഈ വർഷം നടത്തപ്പെടുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രോഗ്രാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന സഭയിലേക്ക് നമ്മുടെ കേരള ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ, അമിത്ഷാജി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, സുരേഷ് ഗോപി, കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവന്, കടന്നപ്പള്ളി രാമേന്ദ്രൻ, ശ്രീ റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുന്നു. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ, മേലധ്യക്ഷന്മാർ, മഠാധിപതികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വിശേഷമായിട്ടുള്ളത് 5-ാം തീയതി ബുധനാഴ്ച, ഫെബ്രുവരി 5 ബുധനാഴ്ച 4 മണിക്ക് സർസംഘ ചാലക് മോഹൻ ഭഗവത്ജി എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം വരുന്നത് കൊണ്ട് ഇന്ത്യ ഒട്ടാകെ വിദേശ എത്തുന്നുള്ള ആളുകളും അതിൻ്റെ ടെലികാസ്റ്റിങ്ങിനായിട്ട് വന്നു ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഒരു മാറ്റമായിരിക്കും ചെറുവൽപ്പയെ സംബന്ധിച്ച് വരാൻ പോകുന്ന പരിഷത്ത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മേജർ സെറ്റ് കഥകളി അരങ്ങേറും. പകൽ സമയങ്ങളിൽ കഥകളി പഠന ക്ലാസുകൾ, സെമിനാറുകൾ, പൊതുയോഗങ്ങൾ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. 7 ദിവസവും പ്രശസ്തരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കഥകളി ആസ്വാദകർക്ക് കണ്ടാലും മതിവരാത്ത കഥകളാണ് അരങ്ങിലെത്തുന്നത്. ആദ്യ ദിവസം പാലക്കാട് അമൃത ശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം അരങ്ങേറും. ഏറെ അഭിനയ പ്രാധാന്യമുള്ള ലവണാസുരവധം കഥകളിയിൽ വാൽമീകിയുടെ ആശ്രമ പരിസരത്ത് വച്ച് ഹനുമാൻ ലവകുശന്മാരെയും സീതാദേവിയും കാണുന്ന രംഗങ്ങളാണ് ഉള്ളത്. ഹനുമാനും ലവകുശന്മാരും ചേർന്നുള്ള അഷ്ടകലശം ലവണാസുരവധത്തിലെ ഏറെ പ്രശസ്തവും ആകർഷകവുമായ രംഗമാണ്. സദനഭാസി ഹനുമാനായും കലാമണ്ഡലം ഒയൂർ രാമചന്ദ്രൻ സീതയായും വേദിയിലെത്തും. ലവകുശന്മാരായി യഥാക്രമം യശ്വന്ത്, കലാമണ്ഡലം അജീഷ് എന്നിവർ അരങ്ങിലെത്തും. 2ാം ദിവസം വൈകിട്ട് 6-ന് നളചരിതം 4ാം ദിവസം അരങ്ങേറും. നാളെ രാവിലെ 10-ന് പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ് പ്രസിഡന്റ് P. പ്രസാദ് കൈലാത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ജോർജ് ഓണക്കൂർ കഥകളി മേള ഉദ്ഘാടനം ചെയ്യും. പ്രമോദ് നാരായണൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ, PS പ്രിയദർശൻ തുടങ്ങിയവർ സംസാരിക്കും. ചടങ്ങിൽ ജില്ലാ കഥകളി ക്ലബ് ഏർപ്പെടുത്തിയ നാട്യഭാരതി അവാർഡ് പ്രശസ്ത കഥകളി നടൻ സദനഭാസിക്ക് നൽകും. 12-ന് കഥകളി മേള സമാപിക്കും. സമാപന സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും.